ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 വാട്സപ്പിൽ വന്ന വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ AI ഫ്യൂച്ചർ ഉൾപ്പെടെയുള്ള അപ്ഡേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് പറയാവുന്നത് വോയിസ് ട്രാൻസ്ലേഷൻ ആണ്. അതായത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിലേക്ക് ഇരിക്കുന്ന നമ്മളൊരു ഫ്രണ്ട് ആരെങ്കിലും ഒരാൾക്ക് നമുക്ക് വോയിസ് മെസ്സേജ് അയച്ച് നമുക്കത് എല്ലാവരും മുമ്പിൽ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വാട്സപ്പ് കൊണ്ടുവന്ന പുതിയ ഫീച്ചർ നോക്കാം. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആയതിനു ശേഷം സെറ്റിങ്സ് എടുത്ത് അതിൽ ചാറ്റ് സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വോയിസ് മെസ്സേജ് ട്രാൻസാക്ഷൻ ഓൺ ആക്കിയിട്ട് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചത് ഓപ്പൺ ചെയ്ത് അതിൽ പ്രസ് ചെയ്ത് ഏറ്റവും മുകളിൽ ഡോട്ടിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ മെസ്സേജ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാവുന്ന രീതിയിൽ കാണാൻ പറ്റുന്നു. ഇത് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് വീഡിയോ ഫോർവേഡിങ് സ്പീഡാണ്. നമ്മളൊരു വീഡിയോ കണ്ടിരുന്നതിനകത്ത് സ്പീഡ് കൂട്ടി കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഏതൊരു വീഡിയോ ഓപ്പൺ ചെയ്താലും അതിൻ്റെ റൈറ്റ് കോർണറിൽ തന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. മൂന്നാമത്തെ ടോപ്പിക്കായിരുന്നു നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ചിരുന്ന ഫോട്ടോസുകൾ നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിൽ ആ കോണ്ടാക്റ്റിന്റെ മേളിൽ പിൻ ചെയ്ത് വെക്കാം. അതിനായി നമ്മൾ പ്രൊഫൈലിൽ കയറി ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് കോർണറിലെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ പിൻ എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ ടൈമാണ് എത്ര ദിവസത്തേക്കാണ് ടൈം സെലക്ട് ചെയ്ത് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അത് നമുക്ക് എപ്പോഴും ഒറ്റയടിക്ക് തുറന്നു നോക്കാവുന്നതാണ്. വാട്സപ്പിന്റെ ഗ്രൂപ്പ് സെക്ഷനിലാണ് നമുക്ക് ഇപ്പോൾ പല പല ടൈപ്പിലുള്ള നമ്മൾ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഓഫീസ് സ്പേസിലുള്ള സ്റ്റാഫിനെ അല്ലെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാം. ഇതിലെ മെയിൻ ഫ്യൂച്ചർ വേണ്ടത് ലിസ്റ്റിംഗ് ആണ്. നമുക്ക് വേണ്ടി നമുക്ക് ഓരോന്ന് ഫേവറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യണ 3-4 പേരായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള 3-5 പേര് നെയിമായിട്ടോ നമുക്ക് പെട്ടെന്ന് മേളിൽ ലിസ്റ്റായി ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അൺറീഡ് ആയിട്ടുള്ളതും ഗ്രൂപ്പ്സും അങ്ങനെ എല്ലാം പലതും നമുക്ക് സെപ്പറേറ്റ് ഫീച്ചറായിട്ട് പറയാൻ പോകുന്നത് മെറ്റയുടെ AI ഫ്യൂച്ചറിനെ കുറിച്ചാണ്. നമുക്ക് വേണ്ട ചെറിയ എന്ത് കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് അതിനോട് ചോദിക്കാവുന്നതും അതിന്റെ റിപ്ലൈ നമുക്ക് മലയാളത്തിലും കിട്ടുന്നു. Such Meta AI, you search anything, one animal Malayalam short story. Very cool complicated. ആറാമത്തെ ടോപ്പിക്കായിട്ട് പറയാൻ പോകുന്നത് പോളിംഗ് സെക്ഷനാണ്. നമുക്കിപ്പോൾ ഗ്രൂപ്പിലൊക്കെ പോളിംഗ് ചെയ്യാവുന്നതാണ്. അത് ഇപ്പോൾ ആൻഡ്രോയിഡിൽ നമുക്ക് സാധാരണ ഓരോ ഓപ്ഷൻ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്ത ഫ്യൂച്ചറായിട്ട് വരുന്നത് ഫോട്ടോയും വെച്ചിട്ടുള്ള അപ്ഡേഷൻസ് വരും. അതിനായി പോളിംഗ് ചെയ്യേണ്ട സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ അതിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തിനു വേണ്ടിയാണ് വോട്ടിംഗ് ചെയ്യണത് ആ 2 ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിനുള്ള ഓപ്ഷനും കൊടുക്കുക. ഏഴാമത്തെ ടോപ്പിക്കായിട്ട് പറയാൻ പോകുന്നത് സ്കാൻ ഡോക്യുമെന്റ് ആണ്. നമുക്കിപ്പോൾ വേറൊരാൾക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ആപ്പുകൾ യൂസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഇത് വാട്സപ്പ് വഴി തന്നെ നേരിട്ട് സ്കാൻ ചെയ്ത് അയക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഐഫോണിൽ മാത്രമാണ് ഈ ഓപ്ഷൻ നിലവിലുള്ളൂ. വൈകാതെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളിലും വന്നേക്കാം. അതിന് ആർക്കാണ് ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുന്നത് അവരുടെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും താഴെ സ്കാൻ ഡോക്യുമെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് നേരിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എട്ടാമത്തെ ഫ്യൂച്ചറായിട്ട് പറയാൻ പോകുന്നത് വീഡിയോ കോൺഫറൻസിങ്ങിന് എളുപ്പമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ വാട്സപ്പിൽ തന്നെ വീഡിയോ കോൺഫറൻസിങ് വളരെ എളുപ്പത്തിൽ 3, 4, 5, 6 പേരായിട്ട് വരെ നല്ല HD 4K ക്വാളിറ്റിയിൽ വീഡിയോ കോൾ ചെയ്യാവുന്നതാണ്. അതിനായി നാം വാട്സപ്പിൽ കോൾ സെക്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ കോൾ ആഡ് ചെയ്ത് ന്യൂ കോൾ ഇൻവൈറ്റ് ശേഷം കൊടുക്കുക. അതിൽ നമുക്ക് കോൾ ടൈപ്പ് സെലക്ട് ചെയ്ത ശേഷം സെൻഡ് ഇൻവിറ്റേഷൻ ലിങ്ക് നമുക്ക് നമ്മൾ ആരൊക്കെയാണോ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരിട്ട് കോൺഫറൻസ് കോളിലേക്ക് ആഡ് ആവുന്നതാണ്. ഒമ്പതാമത്തെ ഫ്യൂച്ചറായിട്ട് പറയാൻ പോകുന്നത് നമുക്കിപ്പോൾ നേരിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള നമ്മുടെ റീൽസ് നേരിട്ട് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാവുന്നതാണ്. അതിന് നാം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ചെന്ന് നമ്മുടെ
ഇട്ടേക്കുന്ന റീൽസ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിന് ശേഷം നമ്മൾ ഷെയർ ബട്ടൺ ഓപ്പൺ ചെയ്ത് അതിന് താഴെ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് നേരിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്കിത് ഇവിടെ വാട്സപ്പിൽ വന്ന് നമുക്കിവിടെ സ്റ്റാറ്റസ് വന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ ഫ്യൂച്ചറായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു ഫ്യൂച്ചറാണ്. വാട്സപ്പിൽ നമ്മുടെ സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ള മിമി ക്രിയേഷൻ സ്റ്റിക്കേഴ്സ്. ആർക്കാണ് വായിക്കേണ്ടത് അവരുടെ കോണ്ടാക്റ്റിൽ ചെന്ന് താഴെ സ്റ്റിക്കർ സെലക്ട് ചെയ്ത് സ്റ്റിക്കർ ക്രിയേഷൻ എടുത്ത് അതിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആർക്കും നമ്മുടെ ഫേസ് വെച്ചിട്ടുള്ള മിമി സ്റ്റിക്കേഴ്സ് അയച്ചു കൊടുക്കാം. പറയാൻ പോകുന്നത് വീഡിയോ നോട്ട് ഓപ്ഷനാണ്. നമുക്ക് വീഡിയോ ക്യാമറ ഓണിൽ തന്നെ ഇപ്പോൾ വീഡിയോ നോട്ടായിട്ട് കൂടി അയച്ചു കൊടുക്കാവുന്നതാണ്. ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ക്യാമറ ഓപ്പൺ ചെയ്ത് അതിൽ മൂന്നാമത്തെ ഓപ്ഷനായ വോയിസ് നോട്ട് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസ് മാത്രം വെച്ച് ഇതുപോലെ വോയിസ് നോട്ട് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ്. ലാസ്റ്റത്തെ ഒരു ഫ്യൂച്ചറായിട്ട് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു തീമും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. നേരത്തെ ഉള്ളതാണ്, ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തീംസുകളും ഇടാവുന്നതാണ് ചാറ്റിൽ. അതിന് ആരുടെ കോണ്ടാക്റ്റാണോ സെലക്ട് ചെയ്യുന്നത് അത് താഴെ ഓപ്ഷൻ എടുത്ത് ചാറ്റ് തീം സെലക്ട് ചെയ്ത് നമുക്കിവിടെ താഴെ കസ്റ്റമൈസ് ചാറ്റ് എന്നുള്ളതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യുന്നതാണ്. അതുകൂടാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അനിമേഷനിലും ഇതുപോലെ ചേഞ്ച് ചെയ്ത് കളർ ഇടാവുന്നതാണ്. ഒരു 2 ഫ്യൂച്ചറും കൂടി ഞാൻ ഇതിൽ എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. ഒന്ന് സ്കാൻ പേയ്മെൻ്റ് ആണ്. ഇത് നമുക്ക് നേരത്തെ ഉള്ള ഓപ്ഷനാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതിന് ഗാലറിയിൽ ഉള്ള സ്കാനറിലേക്ക് പേയ്മെൻറ്റ് അയക്കാം. അതുപോലെ തന്നെ നമ്മുടെ QR കോഡും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. ഇത് കൂടാണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗാലറിയിൽ വന്ന പുതിയ ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇമേജ് എന്ന ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റിയ ഇമേജസ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഫണ്ണി അനിമൽ എന്ന് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഫണ്ണി ആയിട്ടുള്ള അനിമൽസിൻ്റെ ഫോട്ടോ. ഇനി പറയാൻ പോണ കാര്യം നിങ്ങൾക്ക് എല്ലാ വാട്സപ്പ് യൂസ് ചെയ്യണ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ഓരോ ഇവൻറ്റുകളും വാട്സപ്പിൽ തന്നെ നമുക്ക് ഇനി സെലക്ട് ചെയ്ത് വെക്കാം. അതിനായി നമുക്ക് അതിൻ്റെ ഡേറ്റ്, ലൊക്കേഷൻ, വാട്സപ്പിന് കോൾ ലിങ്ക്, നമുക്ക് അങ്ങനെ നമുക്ക് ഗസ്റ്റിനെ വരെ നമുക്ക് അതിൽ അലോ ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ ഇവൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വരെ സെലക്ട് ചെയ്തുള്ള ആളുകൾക്ക് നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വാട്സപ്പിൻ്റെ അപ്ഡേഷൻ ഇതോടെ നിൽക്കുന്നില്ല. ഇനിയും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം.